ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അല്പസമയത്തിനകം വാർത്താ സമ്മേളനം നടത്തും. ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ആദ്യം ചേരുന്നു. ഒപ്പം ശ്രീനാഥ് ചന്ദ്രനും വിനീത വിജിയും ആർ അച്യുതനും മറ്റു വിവരങ്ങൾ നൽകും. ദിലീപ്, പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം അങ്ങേയറ്റം ദുർബലമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അത് ഇന്ത്യ നിർവീര്യമാക്കിയിരിക്കുന്നു. റഡാർ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ തകർത്തു. പാകിസ്ഥാൻ നഗരങ്ങളിൽ ആകെ പരിഭ്രാന്തിയാണ്. രാവൽപിണ്ടിയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ആക്രമിക്കപ്പെട്ടു. സേനാ കേന്ദ്രങ്ങൾ, ലാഹോർ വിമാനത്താവളത്തിൻ്റെ പരിസര പ്രദേശങ്ങൾ, പ്രധാനപ്പെട്ട മുഴുവൻ നഗരങ്ങൾ, കറാച്ചിയിലൊക്കെ ഡ്രോൺ ആക്രമണം നടക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അതുപോലെ വ്യോമ മേഖലകളിൽ, വ്യോമ കേന്ദ്രങ്ങളിലൊക്കെ ആക്രമണം നടന്നു. ഉദ്യോഗസ്ഥരൊക്കെ കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള വിവരം വരുന്നുണ്ട്. എന്താണ് ദിലീപ് കുമാർ പാകിസ്ഥാനിൽ നടക്കുന്നത്? അങ്ങേയറ്റം പരിഭ്രാന്തരായി അവിടെ സേനാ നേതൃത്വമൊക്കെ അലയുന്നു എന്ന തരത്തിലാണല്ലോ റിപ്പോർട്ടുകൾ. വിജയകുമാർ, കഴിഞ്ഞ ദിവസത്തെ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനെ സംബന്ധിച്ചുണ്ടായ നാണക്കേടിൽ നിന്ന് കരകയറുന്നതിന്, അവർക്കുണ്ടായ ഞെട്ടലിൻ്റെ ആഘാതം മാറ്റുന്നതിനൊക്കെയാണ് അർദ്ധരാത്രി അവർ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താം, 15 സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് അവർ പദ്ധതിയിട്ടത്. 15 സൈനിക താവളങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനുള്ള പദ്ധതി, അത് അങ്ങ് കശ്മീരിലെ അവന്തിപ്പോര മുതൽ ശ്രീനഗർ, ജമ്മു, പത്താൻകോട്ട്, ചണ്ഡീഗഡ് തുടങ്ങി ഭുജിൽ വരെ, ഗുജറാത്തിലെ ഭുജിൽ വരെ ആക്രമണം നടത്തുന്നതിനുള്ള പദ്ധതിയാണ് പാകിസ്ഥാൻ ഇട്ടത്. അതനുസരിച്ച് അവർ വലിയ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു. പക്ഷേ ഈ മിസൈലുകളൊന്നും ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയെങ്കിലും മിസൈലുകളൊന്നും തറ തൊട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് തറ തൊടും മുമ്പ് തന്നെ ഇന്ത്യയുടെ S-400 റഷ്യൻ നിർമ്മിത മിസൈൽ വേധ സംവിധാനം അതിനെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്തത്. ഒറ്റ മിസൈൽ പോലും ലക്ഷ്യം കാണാതെ, അതായത് ഇന്ത്യയിലെ ഒരു പൗരന് പോലും അപായമുണ്ടാക്കാത്ത വിധം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അതിനെ തകർത്തിരിക്കുകയാണ്. ഇതോടുകൂടി പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് ഇന്ത്യ അത് തകർക്കുന്നതിനുള്ള ശ്രദ്ധയിലേക്ക്, നടപടികളിലേക്കൊക്കെ കടന്നു. പാകിസ്ഥാനാണ് അതിന് വഴിയൊരുക്കിയത്. അതിൻ്റെ തുടർ ചലനങ്ങൾ പിന്നീടുണ്ടായി. പുലർച്ചെ 1:10-നും 1:20-നും മധ്യേ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇന്ത്യ തകർത്തു. പ്രത്യേകിച്ച് ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനം, അത് ചൈനീസ് നിർമ്മിത HQ-9 എന്ന സംവിധാനമാണ്. ആ വ്യോമ പ്രതിരോധ സംവിധാനം അപ്പാടെ തകർക്കുന്നതിന് ഇന്ത്യക്കായിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇന്ത്യ തകർക്കുകയും ചെയ്തു. മാത്രമല്ല PSL ഇപ്പോൾ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വേദിയായിട്ടുള്ള റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഡ്രോൺ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. ആരാണ് അതിൻ്റെ ഉത്തരവാദികൾ എന്ന കാര്യം അറിവായിട്ടില്ല. പക്ഷേ ഈ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് കളിക്കുന്ന വിദേശ താരങ്ങളൊക്കെ തങ്ങളെ മടങ്ങിപ്പോകാൻ അനുവദിക്കണം എന്നാവശ്യപ്പെടുന്നതിനിടെയാണ് ഇന്ന് രാത്രി 8 മണിക്ക് അവിടെ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മത്സരം നടക്കാനിരിക്കെ റാവൽപിണ്ടി സ്റ്റേഡിയവും തകർന്നത്. ഏതായാലും തുടർച്ചയായ തിരിച്ചടികളാണ് പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇസ്രയേൽ നിർമ്മിത സംവിധാനം ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അല്പസമയത്തിനകം 5:30-ന് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. ഇന്ത്യയുടെ പുതിയ നീക്കങ്ങൾ, നിലപാടുകളൊക്കെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാകും. വിജയകുമാർ, ഇത് മാത്രമല്ല, പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ന് മറ്റൊരു തിരിച്ചടി കൂടി ഉണ്ടായിരുന്നു. അത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭാഗത്ത് നിന്നാണ്. പാകിസ്ഥാനിൽ നിന്ന് തന്നെയുള്ള ആക്രമണമാണ് പാക് സൈനികർക്ക് നേരെ ഉണ്ടായത്. 2 ഇടങ്ങളിലായുള്ള വിദൂര നിയന്ത്രിത ബോംബ് സ്ഫോടനത്തിൽ 14 പാക് സൈനികരെയാണ് കൊലപ്പെടുത്തിയത്. വിജയകുമാർ.